പ്രവാചകൻ ഇരുണ്ട ഗുഹയിൽ ധ്യാന നിമഗ്നനായിരിക്കുമ്പോ ഗഗനലോകത്തിന്റെ ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി കടന്നു വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനെ കെട്ടിപ്പിടിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പേടിച്ചു വിറക്കുന്നു. പ്രവാചകന്റെ ശരീരം മുഴുവനും പേടിച്ചു വിറക്കുകയാണ്. ആ പേടിച്ചു വിറച്ച പ്രവാചകന് പനി പിടിക്കുമ്പോ വിഹ്വലതയോടെ, വിഭ്രാന്തിയോടെ, പരിഭ്രാന്തിയോടെ, വേവലാതിയോടെ അല്ലാഹുവിന്റെ റസൂൽ ചുട്ടുകൊള്ളുന്ന മനസ്സുമായി ഹിറാ ഗുഹയിൽ നിന്ന് പ്രവാചകൻ ഓടിയത് എവിടേക്കാണ്? തന്റെ പിതാവിന്റെ ഖബറിന്റെ ചാരത്തല്ല, തന്റെ ഉമ്മയുടെ ഖബറിന്റെ ചാരത്തേക്കല്ല. മനസ്സിന് വല്ലാത്ത ദുഃഖം വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പേടിച്ചു വിറച്ചിട്ട് ഓടിയത് എവിടേക്കെന്ന് ചരിത്രമറിയില്ലേ? സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ, എന്റെ പൊന്ന് ഖദീജ, എന്നെ പുതപ്പിട്ടുന്ന മോടണേ, എന്നെ പുതപ്പിട്ടുന്ന മോടണേ. ഗുഹയിലിരിക്കുമ്പോൾ ഞാൻ പേടിച്ചു വിറച്ചുപോയി. സഹോദരങ്ങളെ, അല്ലാഹു നമുക്കിങ്ങനെ ഒരു ഭാര്യയെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പേടിച്ചു വിറച്ചതെന്റെ ഭർത്താവ് വിറച്ചു നിൽക്കുമ്പോ ഖദീജ റളിയല്ലാഹു അൻഹ രാത്രിയുടെ ദൗത്യമേറ്റെടുത്തു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ശിരസ്സെടുത്ത് തന്റെ മടിയിലോട്ട് വെച്ച് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തേക്ക് പുഞ്ചിരി തൂകിയിട്ട് ആ പ്രവാചകന്റെ തലമുടികൾക്കിടയിലൂടെ തന്റെ കൈവിരലുകൾ കൊണ്ട് തടുകി തലോടി ഭർത്താവിന്റെ ശിരസ്സെടുത്ത് മടിയിൽ വെച്ച് തലയിൽ തടുകി തലോടി പുഞ്ചിരി പൊടിച്ചുകൊണ്ട് ഖദീജ പറഞ്ഞു, അത്ര പ്രിയപ്പെട്ട പ്രാണസഖിയേ, പ്രിയപ്പെട്ട ഭർത്താവേ, വല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദാ, ഇന്നക ലതസിലുർ റഹമാ വതസ്ദുഖുൽ ഹദീസാ വതഹ്മിലുൽ കല്ലാ വതുഖിറുൽ ലൈഫാ വതുഈനു അലാ നവായിബിൽ ഹഖ്. അല്ലാഹുവിന്റെ തിരുദൂതരെ, എന്തിനാണ് അങ്ങ് വിഷമിക്കുന്നത്? എന്തിനാണ്? അല്ലാഹു അങ്ങേ ദുഃഖിപ്പിക്കല്ല നബിയേ. ഇന്നക ലതസിലുർ റഹമാ, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവനല്ലയോ? വതസ്ദുഖുൽ ഹദീസാ, സത്യം പറയുന്നവനല്ലയോ? വതഹ്മിലുൽ കല്ലാ, മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മുഴുവനും ഏറ്റുവാങ്ങിയവനല്ലയോ? അനാഥകളുടെ സംരക്ഷണല്ലയോ നബിയേ? ഫക്കീറോങ്കി മൽജാ ലൈഫോങ്കി മഅ്വാ യതീമോങ്കി വാലി ഗുലാമോങ്കി മൗലാ ഖതാകാർ സേ ദർ ഗുസർ करने वाला वो अपने बरायों में गम काने वाला. അങ്ങിത്രയും നല്ലവൻ, അനാഥകളുടെ സംരക്ഷകൻ, നന്മ മാത്രം ചെയ്യുന്ന അങ്ങേ അല്ലാഹു ദുഃഖിപ്പിക്കില്ല നബിയേ. തന്റെ ഭർത്താവിന്റെ ശിരസ്സെടുത്ത് മാറിടത്തിലേക്ക് ചേർത്ത് വെച്ച് ആകുലമായ ഭർത്താവിന്റെ മനസ്സിന്, വ്യാകുലമായ ഭർത്താവിന്റെ മനസ്സിൽ സാന്ത്വനം നൽകിയ ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ രാത്രിയുടെ ദൗത്യം ഏറ്റെടുത്തു. ഭർത്താവ് ചുട്ടുപൊള്ളുന്ന മനസ്സുമായിട്ട് വന്നു. ഖദീജ റളിയല്ലാഹു അൻഹാ, അള്ളാഹു നമ്മുടെ ഭാര്യയെ ഖദീജയാക്കി തരട്ടെ. എൻ്റെ പൊന്നു സഹോദരിമാർ, ഈ ദൗത്യം ഏറ്റെടുക്കണം. ഖദീജ നിലവിളിച്ചില്ല. ഖദീജ പിടിച്ച് തൻ്റെ ഭർത്താവിൻ്റെ ശിരസ്സെടുത്ത് മടിയിൽ വെച്ച് വിരലുകൾ കൊണ്ട് തടുകി തലോടി റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക്. ഖദീജ റളിയല്ലാഹു അൻഹ വലിയ ഭാഗ്യമുള്ള പെണ്ണാണ്. കാരണം ഒരേ നാക്കുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലെന്നും വിളിച്ചു, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവെ എന്നും വിളിക്കാൻ ഭാഗ്യം കിട്ടി. തടുകി തലോടി പറഞ്ഞു, വല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദാ, എന്താ നബിയെ പേടിക്കണേ? വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം, നിങ്ങൾക്കൊന്നും സംഭവിക്കൂല, നിങ്ങൾക്കൊന്നും സംഭവിക്കൂല. എൻ്റെ പൊന്നു സഹോദരങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കി. കടബാധ്യതകൾ തലയിൽ കയറി കിടന്നാൽ ഉറക്കം വരൂല, നിന്നാൽ ഉറക്കം വരൂല. 1000 ടെൻഷനുമായിട്ട് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഭർത്താവിൻ്റെ ജീവിതം കഷ്ടമാണ്. ഞാൻ പുരുഷാധിപത്യം പറയണമല്ല, വീട്ടിലിരുന്നിട്ട് കൊണ്ടുവന്നത് വേവിച്ചാൽ മതി. ആ കൊണ്ടുവരാൻ വേണ്ടി അവൻ്റെ കഷ്ടപ്പാട് എത്രയുണ്ടെന്നൊരു പെണ്ണിനറിയേണ്ട കാര്യമില്ല. ഉണ്ടോ? കൊണ്ടുവന്ന് കയ്യിൽ പൊതിഞ്ഞു കൊടുക്കുമ്പോൾ ഇത് 2 രൂപ കുറഞ്ഞ അരിയാണല്ലോ എന്ന് പറയലേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ പുറകിൽ അവൻ അനുഭവിക്കുന്ന ത്യാഗം ഒരു പെണ്ണിന് ചിലപ്പോൾ മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ അതിന് കഴിയണം. നമ്മൾ ടെൻഷനുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ വാപ്പ പറയും, മോനെ പേടിക്കണ്ടടാ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് അത്രയും സമാധാനം ഉണ്ടാവുമോ? പോയപ്പോൾ സഹോദരങ്ങൾ പറഞ്ഞു, പേടിക്കണ്ടടാ, കടമൊക്കെ എല്ലാവർക്കും ഇൻഷാല്ലാ വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞാലും നമുക്ക് അത്രയൊന്നും മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. പക്ഷേ രാത്രിയിൽ കിടക്കാൻ നേരത്ത് ലൈറ്റൊക്കെ അണച്ചു, ഉറക്കം വരാതെ തലയിങ്ങനെ കൈ പിടിച്ചിട്ട് മേലോട്ട് നോക്കി കിടക്കുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യ വലത്തേ കൈയെടുത്ത് കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച്
നമ്മുടെ മുഖമെടുത്ത് അവളുടെ മുഖത്തോട്ട് നോക്കിയിട്ട് നിങ്ങൾ എന്തിനാ ഭയക്കണേ, നിങ്ങൾ എന്തിനാ പേടിക്കണേ, ഒന്നുമില്ല, എത്ര ദുഃഖം ഉണ്ടായാലും എത്ര പ്രയാസം ഉണ്ടായാലും മരിക്കണവരെ ഞാനുണ്ടാവും കൂടെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മനസ്സിന് കിട്ടുന്ന ഒരു തണുപ്പ് ലോകത്ത് ആർക്കും തരാൻ പറ്റാത്തൊരു തണുപ്പാണത്, അല്ലേ? അങ്ങനല്ലേ? പക്ഷെ അങ്ങനെ പറയുന്ന ഒരു മനസ്സുണ്ടാവാൻ എൻ്റെ പെങ്ങളെ കഴിയണം. ഞാനീ പറയണ ഖുർആനാണ്. നിങ്ങൾ എൻ്റെ നേരെ വിളിച്ചു നോക്കിയിട്ടൊരു കാര്യമില്ല. ഇതിൽ ആളുകൾ കർട്ടൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നോക്കണം, ഇയാൾ ആൾ കൊള്ളാമല്ലോ. ഇത് ഖുർആനല്ല, എന്നെ തുറച്ച് നോക്കിയിട്ട് കാര്യം എന്താ ഉള്ളത്? ഇത് അള്ളാഹ് പറഞ്ഞല്ലേ ഞാൻ പറയണേ, എൻ്റെ വാക്കല്ലല്ലോ. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ തിരിച്ചൊന്ന് നോക്കി, ഖദീജ ബീവി ചെയ്ത് എന്തൊരു ദൗത്യം. റസൂലുള്ള രാത്രി കൂടെ കിടന്നുറങ്ങിയതാണ്. ഞാൻ ഹിറാ ഗുഹ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹജ്ജിന് പോയവർക്ക് ഉംറയ്ക്ക് പോയവർക്ക് അറിയാം. ആ മലയടിവാരത്തിൻ്റെ മുകളിലൊരു ഗുഹ, ആ ഗുഹയിൽ കയറി ഇറങ്ങണമെങ്കിൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ മാസം ഉംറയ്ക്ക് പോയിട്ട് വന്നതാണ്. ഞാൻ ഓർത്ത് പടച്ചോനെ ഇത് ബഹള് പറയണ മാതിരി അല്ലല്ലോ പടച്ചോനെ മല കയറണേന്ന്. ആ ഹിറാ ഗുഹയിൽ നബിതങ്ങൾ ദിവസവും പോയിരുന്ന ഹിറാ ഗുഹയിൽ കയറാൻ ഒരു സാമാന്യ ആരോഗ്യമുള്ളൊരു മനുഷ്യനെ കൊണ്ട് പറ്റൂല. പാറക്കെട്ടിൻ്റെ മുകളിലൂടെ തണലെന്ന് പറയുന്ന ഒരു സാധനമില്ല. ആകെ അവിടെ ഒരു തണലുള്ളത്, അതിൻ്റെ മുകളിൽ കൂടെ എങ്ങാനും ഒരു പ്ലെയിൻ പോയാൽ അതിൻ്റെ ഒരു തണൽ താഴെ എത്രയും നേരം കിട്ടും. അതല്ലാതൊരു തണലില്ല. ഈ ചെങ്കുത്തായ മല കയറി, ഒരു മലയുടെ മുകളിൽ കയറി, പിന്നെ താഴോട്ടിറങ്ങി ചരിഞ്ഞിറങ്ങി ഒരാൾക്ക് മാത്രം പോകാൻ പറ്റുന്ന സ്ഥലം. റസൂലുള്ള രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇത്രയും കിലോമീറ്റർ അകലെയുള്ള മലയുടെ മുകളിൽ ഒരു ഗുഹയിൽ പോയിരിക്കുക പാതിരാത്രി. സുബഹിക്ക് മുമ്പാണല്ലോ വഹി വന്നത്. സുബഹിക്ക് ബാങ്ക് വിളിച്ച് ആളുകൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഈ റസൂലുള്ള എന്ത് ചെയ്യുന്നു, ഓടി വീട്ടിലോട്ട് എന്നിട്ടാണ് പിന്നെ ഖദീജ എന്നെ പുതപ്പിട്ട് മൂടെ എന്നെ ആരോ കെട്ടിപ്പിടിച്ചെന്ന്. മറിച്ച് നമ്മളാണെന്ന് ആലോചിക്കുക, നമ്മുടെ ഖദീജയുടെ പറയണമെങ്കിലോ, നമ്മുടെ ഖദീജയുടെ നമ്മുടെ സുബൈദയുടെ നമ്മൾ പറയണമെങ്കിലോ, രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എവിടെയോ പോയി ഒക്കെ കറങ്ങിയിട്ട് ഗുഹയിലൊക്കെ ഇരുന്നിട്ട് രാവിലെ സുബൈക്ക് നേരം വെളുക്കുന്നതിന് മുമ്പ് ആളുകൾ കിടക്കപ്പായി എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഓടി വീട്ടിൽ വന്നിട്ട് എൻ്റെ പൊന്നു സുബൈദ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടും, എന്നെ ആരോ കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ സുബൈദ എന്ത് പറയും? നിങ്ങളെ പുതപ്പിട്ടല്ല, ഇപ്പം നിങ്ങളെ മണ്ണിട്ട് മൂടും, ആദ്യം കെട്ടിപ്പിടിച്ചാരാന്ന് പറ. പുതപ്പിട്ട് മൂടണത് പിന്നെ വിശ്വസിക്കാൻ പറ്റും. പക്ഷെ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഒന്നും ചോദിച്ചില്ല നബിയോട്, ഒരു പരിഭവം പറഞ്ഞില്ല, വന്നിരിക്കും നബിയെ. മറിച്ച് വേറൊരു കാര്യമുണ്ട്, റസൂലുള്ളാഹിനെ ആളുകളെല്ലാം വിളിച്ചത് എന്തെന്നാണ്? അല്ലമീന്നാണ്. അങ്ങനെ റസൂലുള്ളാഹിനെ നാട്ടുകാരും മുമ്പിൽ റസൂലുള്ള വിശ്വസ്തനായത് കൊണ്ടാണ് ഖദീജ ബീവിക്ക് ആ വിശ്വസ്തത ഉണ്ടായിരുന്നത്. നീ പറയും എൻ്റെ ഭാര്യയ്ക്കോ ഖദീജയെ പോലെ വിശ്വാസം, നിനക്ക് 7 സിം കാർഡാണ്, പിന്നെ എങ്ങനെ അവൾ വിശ്വസിക്കണേ? നിനക്ക് 7 സിം ഉണ്ട്, പിന്നെ എങ്ങനെ അവൾ വിശ്വസിക്കണേ? അപ്പോൾ ഭർത്താവും കൂടെ ആ രീതിയിലാവണം, അവരെ മാത്രം പറയരുത്. ആ വിശ്വസ്തത നമുക്കുണ്ടാകണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഇതാണ് ആലു മുഹമ്മദ്. ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജോലി എന്താ? ഭാര്യ എപ്പോഴും രാത്രിയുടെ ചുമതല, ഭർത്താവിൻ്റെ മനസ്സിൽ തണുപ്പ് കൊടുക്കുന്ന ചുമതല. അള്ളാഹു ഇത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പോൾ വിവാഹത്തിൻ്റെ 2ാം ഘട്ടത്തിലാണ്. ഇവിടെ നമ്മൾ ആരായിരിക്കണം, ആരാകണമെന്നറിയണമെങ്കിൽ ആലു മുഹമ്മദിനെ നമുക്ക് പരിചയപ്പെടാം. പ്രവാചകൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ ആലു മുഹമ്മദിൻ്റെ അംഗമാണല്ലോ. ആ ആലു മുഹമ്മദിൻ്റെ കുടുംബാംഗങ്ങളെ ഇന്ന് പരിചയപ്പെടാം. നമ്മൾ സാധാരണ ഒന്ന് ആലോചിക്കണം, ഒരാൾ വിവാഹം കഴിച്ചു, ആ ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ച ഒരു 10 ദിവസത്തേക്ക് അവനെ വെളിയിൽ കാണൂല. അതിനു മുമ്പ് അവൻ എപ്പോഴും പാതിരാത്രി വരെ നാട്ടിലെ ജംഗ്ഷനിലുണ്ടായിരുന്നു. ഇപ്പോൾ സുഹൈർ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കും, എന്താണോ? ആ അപ്പോൾ ഒരു 10 ദിവസത്തേക്ക് പിന്നെ സുഹൈറിനെ കാണൂല. ഇപ്പം എനിക്ക് ഇയാളുടെ പേര് മാത്രമേ അറിയാവൂ. ഒരു 10 ദിവസം കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ സാധാരണ കല്യാണം കഴിച്ച ഉടൻ, കാരണം തലേ ദിവസം വരെ കൂട്ടുകാരുടെ കൂടെ രാത്രി വരെ ഇരിക്കും, 10 മണി 11 മണി വരെയൊക്കെ ഇരിക്കും. 10 ദിവസം കാണില്ല. 10 ദിവസം കഴിയുമ്പോൾ കവളൊക്കെ ഒരു ഇച്ചിരി വീർത്ത് അമ്മായിമ്മയുടെ പലഹാരമൊക്കെ കഴിച്ച് ഇച്ചിരി മൊഞ്ചൊക്കെ ആയിട്ട് ഇച്ചിരി അത്രയൊക്കെ അടിച്ച് ഒരു കുട്ടപ്പനായിട്ട് ഇങ്ങ് വരും. കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസം കഴിയുമ്പോൾ ഒരു പ്രത്യേക അഴകുണ്ടാവുമല്ലോ. പിന്നെ അത് സോഡാക്കുപ്പിയുടെ കഴുത്തുമാരി ആകത്തോട്ട് തള്ളി. അപ്പോൾ ഇവ ഇറങ്ങി വരുമ്പോൾ ചോദിക്കണം, നന്നായിട്ട് പഠിക്കിനി, എന്തേ നിന്നെ കാണുന്നില്ലല്ലോ ഇപ്പോൾ എന്ന് ചോദിച്ചാൽ അവൻ പറയും, കല്യാണം കഴിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ ഒരു ചുമതല ബോധം. നമ്മൾ ഇത്രയും നാളും വെറുതെ ആയുസ് കളഞ്ഞല്ലേ. കല്യാണം കഴിച്ചപ്പോൾ എന്താ ഒരു റാഹത്ത്. എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കണം, എന്നെ വെളിയിറക്കി വിടില്ല. എന്തൊരു സ്നേഹമാണ് എൻ്റെ ഭാര്യയ്ക്ക്. ഞാൻ എങ്ങോട്ട് പോകാൻ നേരത്ത് അവൾ പറയും, ഇവിടെ ഈ ഭാര്യ ഭർത്താവിനെ എന്തെന്നാ വിളിക്കുന്നത്, ഹമുക്കെന്നാ ഇക്കാ. അങ്ങനെ അവ വിളിക്കാൻ നേരത്ത് പറയും, അങ്ങനെ പോവണ്ട, വെളിയിൽ പോവണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തും.
അതുമല്ല, എൻ്റെ ഭാര്യയ്ക്ക് എന്തോ ഒരു സ്നേഹം എന്നോട്. അള്ളാഹു എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഏതായാലും ഞാൻ ഇത്രയൊന്നും കരുതില്ല. നല്ല ഒരു പെണ്ണിനെ അല്ല എനിക്ക് തന്നെ. എനിക്ക് ഭയങ്കര സ്നേഹമാണ്. ഇവൻ്റെ ഭാര്യയെക്കുറിച്ചിട്ട് ഇവൻ വാ തോരാതെ അങ്ങ് സംസാരിക്കും. അവൻ്റെ കല്യാണം കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞാൽ ഭാര്യയെക്കുറിച്ച് വളരെ വാചാലമായിട്ട് സംസാരിക്കും. നമ്മളവനോടൊന്നും പറയാൻ നിൽക്കരുത്, അവനങ്ങ് വിട്ടേക്കണം. അവൻ പറയട്ടെ. അവൻ പിന്നെ കാണുന്നവനോടൊറ്റ ഭാര്യയെക്കുറിച്ചാണ് പറയും. പെണ്ണും തിരിച്ചു പോലെ അങ്ങനെ തന്നെ ഭർത്താവിനെ കുറിച്ചാണ്. ഒരു വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞ് ഒരു കൊച്ചൊക്കെ ആയി, സിസേറിൻ്റെ ബില്ലൊക്കെ അടച്ച്. പണ്ടൊക്കെ എല്ലാം പേറായിരുന്നു, ഇപ്പോൾ എല്ലാം കീറാണ് സിസേറി. അപ്പോൾ ഇതിൻ്റെ ബില്ലൊക്കെ അടച്ചിട്ട് തിരിച്ചിറങ്ങി വന്ന് ഇവൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് വന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇവനെ കാണുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ചോദിക്കണം. ഞാൻ ആലി മുഹമ്മദിനെ പരിചയപ്പെടുത്താൻ ഒരു തമാശ പറഞ്ഞല്ല. എന്തുണ്ട് വിശേഷം? കുടുംബജീവിതമൊക്കെ റാഹത്താണോ? ഭാര്യ മക്കളും ഒക്കെ സുഖമായിട്ടിരിക്കണം? എന്തുണ്ട് വിശേഷങ്ങളൊക്കെ എന്ന് ചോദിച്ചാൽ ഇവൻ എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ മുഖത്തേക്ക് അതിദയനീയമായിട്ട് ഇങ്ങനെ ഒന്ന് നോക്കും കുറച്ച് നേരം. അന്ന് ചോദിച്ചപ്പോൾ ഭാര്യയെക്കുറിച്ച് പറയാൻ 1000 നാക്കുണ്ടായിരുന്ന ഇയാൾ ഇത് ചോദിച്ചാൽ നമ്മുടെ മുഖത്തേക്ക് അതിദയനീയമായിട്ടൊന്ന് നോക്കും. എന്നിട്ട് അവൻ്റെ എല്ലാ മറുപടിയും കൂടെ ഒരു ദീർഘനിശ്വാസമായിരിക്കും. ഇവൻ പറയും, ആ വിധി, അല്ലാതെ പിന്നെ എന്ത് പറയാൻ. സ്വാഭാവികമായും ഇന്നത്തെ കുടുംബ ബന്ധങ്ങളുടെ ഒരവസ്ഥ പരിശോധിച്ചാൽ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. ഒരു പെണ്ണിനോട് ചോദിച്ചാലും അവൾ അന്ന് പറയണ വാക്കാവൂല. ഇങ്ങനെ നോക്കിയിട്ട് പറയും, ഇപ്പം എന്താ പറയുക. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇതാണ് കഥയെങ്കിൽ നിങ്ങൾ ആലി മുഹമ്മദിനൊന്ന് പരിചയപ്പെടും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭർത്താവ് മരിച്ചു, ഖബറടക്കി. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് നഷ്ടപ്പെട്ട ദുഃഖത്താൽ ഭാര്യ കണ്ണുനീരൊലിപ്പിച്ച് വീട്ടിലിരിക്കുക. ആ ഭാര്യയും ഭർത്താവും ഏതാണ്ട് വർഷങ്ങളോളം 10-15 വർഷങ്ങളോളം അവർ ജീവിതത്തിൽ ജീവിച്ചു. ഇതിൻ്റെ ഇടയിൽ ഭർത്താവ് മരിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭാര്യ ദുഃഖഭാരം താങ്ങാൻ കഴിയാതെ വീട്ടിലിരിക്കുകയാണ്. ആ സമയത്ത് ഭർത്താവിൻ്റെ കൂട്ടുകാർ ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ മുമ്പിലെത്തി ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇന്ന് ഞാൻ ഭർത്താക്കന്മാർക്ക് വേണ്ടിയാണ് പറയുന്നത്. നന്നായിട്ട് കേൾക്ക്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളീൻ, നമുക്ക് നമ്മുടെ മക്കൾ നന്നായിട്ട് നടക്കണമെന്ന് വലിയ ആഗ്രഹമാണ്, ആണല്ലോ. നമ്മൾ ഇബ്രാഹിം നബിയുടെ സ്വഭാവവും നമ്മുടെ ഭാര്യയ്ക്ക് ഹാജറയുടെ സ്വഭാവവും എന്നുണ്ടാകുന്നോ അപ്പോഴേ നമ്മുടെ ആൺമക്കൾ ഇസ്മായിൽ നബിയെ പോലെ ആവും. നമ്മളുടെ ജീവിതത്തിൽ പ്രവാചകൻ്റെ സ്വഭാവവും നമ്മുടെ ഭാര്യ ഖദീജയുടെ സ്വഭാവമുള്ള ഒരു പെണ്ണാകുമ്പോഴേ നമ്മുടെ മകൾ ഫാത്തിമയാവും. അല്ലാതെ നിങ്ങൾ മക്കളെ മാത്രം പെട്ടെന്ന് അങ്ങ് ഓട്ടോമാറ്റിക്കലി നന്നാക്കിയെടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ആദ്യം വാപ്പയും ഉമ്മയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ആദ്യം വാപ്പയും ഉമ്മയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അല്ലാതെ നമുക്ക് നമ്മൾ തോന്നിയ വഴി മക്കൾ തോന്നി ആദ്യം നമ്മളിൽ നിന്ന് തുടങ്ങണം. കുടുംബത്തിൻ്റെ ഓരോന്ന് പറയുന്ന ഞാൻ അതുകൊണ്ടാണ്. മക്കളൊക്കെ കുറിച്ച് നമുക്ക് സമയമുള്ളതുപോലെ പറയാം. പക്ഷെ ഇത് നന്നായാലേ ലോകത്ത് നന്നാവൂ. അല്ലാതെ മക്കൾ നന്നാവണമെന്ന് എല്ലാ മാതാപിതാക്കൾക്കും ആഗ്രഹമുണ്ട്. ദുആയാണ്. പക്ഷെ നമ്മൾ അവരെ തോന്നി പിടിക്ക് വിട്ടിട്ട് കാര്യമില്ല. നമ്മളെപ്പോലെ ആകണം. വാപ്പ എങ്ങനെ ജീവിക്കണം അതുപോലെയല്ലേ ആ മക്കൾ ജീവിക്കുള്ളൂ. വാപ്പ പട്ടച്ചാരായം കുടിച്ചിട്ട് വന്നാൽ ആ പട്ടച്ചാരായം കുടിക്കുന്ന വാപ്പയെ കണ്ടിട്ടല്ലേ മകൻ വളരുന്നത്. അപ്പോൾ വാപ്പയെ പോലെ തന്നെയാവും. ഒരു കുഞ്ഞിനെ സുന്നത്തെടുത്താൻ വേണ്ടി പിടിച്ചു. അവ ഓടി മരത്തിൻ്റെ മുകളിൽ കയറി. ഉമ്മ താഴെ പോയി എന്നിട്ട് കുറേ നേരം വിളിച്ച് പൊന്നുമോനെ ഇറങ്ങി വന്നിട്ട് സുന്നത്ത് കർമ്മം നടത്തിട്ട് അവ ഇറങ്ങൂല. സൈ കെട്ടപ്പോൾ ഉമ്മ പറഞ്ഞു, എന്നാൽ ശരി നീ വരണ്ട, നീ നിൻ്റെ വാപ്പായെ പോലെ നടക്കും എന്ന് പറഞ്ഞ മാതിരി അവനെ അങ്ങനെ ആക്കി വിടേണ്ടതല്ലല്ലോ. നമ്മുടെ കുടുംബത്തിലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണ്ടേ, ഒരു സാഹചര്യം ഉണ്ടാവണ്ടേ. അതുണ്ടാകണമെങ്കിൽ ഈ ആലി മുഹമ്മദിന്റെ മകളെയും ഞാൻ ഇൻഷാ അല്ലാഹ് പരിചയപ്പെടുത്തി തരാം. ഭർത്താവ് മരിച്ചു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ അടുക്കൽ വന്നിട്ട് ഭർത്താവിന്റെ കൂട്ടുകാര് ചോദിച്ചു അത്രേ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ അടുക്കൽ വന്നിട്ട് ഭർത്താവിന്റെ കൂട്ടുകാർ ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? ആദ്യം നമുക്ക് കുടുംബനാഥനിൽ നിന്ന് തുടങ്ങാം. സഹോദരങ്ങളെ, ആരാണ് ഭർത്താവെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലാണ് പ്രിയപ്പെട്ട ഭർത്താവ്. ആരോടാണ് ചോദിക്കുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹയോടാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിനെ ഖബറടക്കിയിട്ട് ആലി മുഹമ്മദിന്റെ കുടുംബാംഗമായി ആയിഷ റളിയല്ലാഹു അൻഹ
പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സഹാബത്ത് ഒന്ന് ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂൽ എന്ന നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ആ സമയത്ത് ആയിഷ ബിബി പറഞ്ഞ അഭിപ്രായം എന്തെന്നറിയുമോ? എന്റെ ഭർത്താവ് ആരെന്നറിയോ? കാന ഖുലുഖുഹു അൽ ഖുർആൻ, കാന ഖുലുഖുഹു അൽ ഖുർആൻ. എന്റെ ഭർത്താവ് ഖുർആൻ പറഞ്ഞ ഭർത്താവായിരുന്നു. എന്റെ ഭർത്താവ് ഖുർആൻ പറഞ്ഞ ഭർത്താവായിരുന്നു. എന്റെ ഭർത്താവ് ഖുർആൻ പറഞ്ഞതുപോലെ ജീവിച്ച ഭർത്താവ്. ഖാമോശ് രഹി തോ ഖുദാ കീ കിതാബ് ഹേ, മഗർ ബോൽ രഹി തോ റിസാലത്ത് കാ മാബ് ഹേ. എന്റെ ഭർത്താവ് മിണ്ടാതിരുന്നാൽ പ്രവാചകനെ പോലെ, മിണ്ടിയാലോ ഖുർആനിനെ പോലെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിയുമോ? ഒരു വേള കുടുംബനാഥന്മാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നാളെ നമ്മളെ കൊണ്ടുപോയി കാഞ്ഞിപ്പുഴ പള്ളിയുടെ പച്ചമണ്ണിൽ മലർത്തി കിടത്തിയിട്ട് വീട്ടിൽ പൊട്ടിക്കരയുന്ന ഭാര്യയോട് വന്നിച്ച് നമ്മളെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാ അവള് പറയുമോ? കാന ഖുലുഖുഹു അൽ ഖുർആൻ, എന്റെ ഭർത്താവ് ഖുർആൻ പറഞ്ഞ ഭർത്താവായിരുന്നുണ്ട്. എന്റെ ഭർത്താവ് ജീവിതത്തിൽ അങ്ങനെ ജീവിച്ചവനായിരുന്നുവെന്ന്. മദ്യപാനത്തിന്റെ അടിമയായി എല്ലാ ആഭാസങ്ങളും ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന് കുടുംബ ബന്ധം തകർത്തുപോയ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാര് നമ്മളോട് പറയണം. കാരണം എന്താ? നമുക്ക് നമ്മുടെ ഭാര്യമാരോട് ചില കടപ്പാടുകളില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞതെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാ കർഹാ. നിങ്ങൾ ഭാര്യമാരെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കരുത്. വാശിറൂഹുന്ന ബിൽ മഅറൂഫ്, അവരോട് നിങ്ങൾ മാന്യമായ രീതിയിൽ പെരുമാറണേ. എന്റെ സഹോദരങ്ങളെ, ഭാര്യമാരെന്ന് പറഞ്ഞ നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്തിന്റെ വേളയിൽ കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ മരണാസന്നനായി കിടക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സക്കറാത്തിന്റെ വേദനയുടെ സമയം. പ്രവാചകന്റെ ചുണ്ടന്റെ പിറുപിറുക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറയുന്നതെന്ന് വെളിയിലോട്ട് കേൾക്കാൻ കഴിയുന്നില്ല. അവിടുത്തെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് റസൂലുള്ള കിടക്കുകയാ. ആയിഷ ബീവി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ പ്രവാചകന്റെ ചുണ്ടിലേക്ക് ഞാൻ എന്റെ ചെവി ചേർത്ത് വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞിട്ട് പോയ ഉപദേശം എന്താ? നമ്മൾ പലപ്പോഴും ഊട്ടത്തോടെ പറയാറുണ്ട്, ഉസീകും യാ ഉമ്മത്തി ബിസ്സലാ. എന്റെ സമൂഹമേ, നമസ്കാരത്തെ കുറിച്ച് ചിന്തിക്കണേ. നമസ്കാരം ഗൗരവമായിട്ട് ചിന്തിക്കണേ. ഓ, നമസ്കാരം അല്ലാഹുവിനോടുള്ള കടപ്പാടാണ്. അതിൽ നിങ്ങൾ ആരും വീഴ്ച വരുത്തരുത്. അതോടെ പ്രവാചകൻ അവസാനിച്ചില്ല. ആയിഷ ബീവി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, വീണ്ടും പ്രവാചകൻ എന്തൊക്കെയോ പിറുപിറുക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ റസൂലുള്ളാഹിയുടെ ചെവിയിലോട്ട് വെച്ചപ്പോ വഫാത്താകുന്നതിന് തൊട്ടു മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹ അല്ലാഹ ഫിന്നിസാ, അല്ലാഹ അല്ലാഹ ഫിന്നിസാ ഫഇന്നഹുന്ന അവാനിൻ ബൈന ഐദീകും. നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹനെ സൂക്ഷിക്കണേ. ഫഇന്നഹുന്ന അവാനിൻ ബൈന ഐദീകും. അവർ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്താണ്. നിന്റെ കൈവെള്ളയിൽ നീ വാങ്ങിച്ചു വെച്ച അമാനത്താ. അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ വസിയ്യത്തല്ലേ ഇത്? നീ കൈവെള്ളയിൽ വാങ്ങിച്ച അമാനത്താണ് നിന്റെ ഭാര്യ എന്ന് പറഞ്ഞ വേദിനെ കുറിച്ചാണെന്നറിയുമോ? സഹോദരങ്ങളെ, നിക്കാഹ് നടക്കുന്ന നേരത്ത് നമ്മുടെ ഭാര്യയുടെ പിതാവ് അദ്ദേഹത്തിന്റെ ഉള്ളംകൈ നമ്മുടെ ഉള്ളംകൈയിലേക്ക് ചേർത്ത് വെക്കുകയാണ്. എന്തിനാണ് വധുവിന്റെ പിതാവ് അവന്റെ ഉള്ളംകൈ നമ്മുടെ ഉള്ളംകൈയിലേക്ക് ചേർത്ത് വെക്കുന്നത്? അയാള് വിറയാർന്ന ചുണ്ടുകൾ കൊണ്ട് മനസ്സിൽ പറയുകയാണ്, 10-20 വർഷത്തോളം കൈവെള്ളയിൽ കൈവല്യം പോലെ കാത്തു സൂക്ഷിച്ച
എന്റെ കൺമണിയെ നിന്റെ കൈവെള്ളയിലേക്ക് ഞാൻ വെച്ചു തരികയാണ്. ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ പാവപ്പെട്ട പൊന്നുമോള്, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിന്റെ ഭാര്യയോട് നാം തിരിഞ്ഞു നിൽക്കുമ്പോ, ഭാര്യയോട് അക്രമം ചെയ്യുമ്പോ, ആ ഭാര്യ ഒരു പിതാവിന്റെ പൊന്നുമോളല്ലായിരുന്നു. ആ പിതാവ് കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു പൊന്നുമോളായിരുന്നില്ലേ? അയാൾ പറയുന്നത് എന്താണ്? പൊന്നുമോനെ, നിന്റെ കൈവെള്ളയിലേക്ക് വെച്ച് വരുന്നത് എന്റെ കുഞ്ഞിന്റെ ജീവിതമാണ്. എന്തിനാണ് കൈകൾ തമ്മിൽ കൂട്ടിപ്പിടിക്കുന്നത്? നിക്കാഹിന്റെ സദസ്സിൽ പോകുമ്പോ ഇനി അഹമ്മദ് കബീർ പറഞ്ഞ ഈ വാക്കെന്നോർക്കാണ്. രണ്ട് കൈ ചേർത്ത് വെക്കുമ്പോ, എന്റെ കൺമണിയെ നിന്റെ കൈവെള്ളയിലോട്ട് ഞാൻ വെച്ച് തരികയാണ്. അവളെ നീ കണ്ണുനീര് കുടിപ്പിക്കരുത്, അവളെ ദുഃഖിപ്പിക്കരുത്, അവളെ നീ കഷ്ടപ്പെടുത്തരുത്. ആ സമയത്ത് അള്ളാനെ സാക്ഷി നിർത്തി, അള്ളാന്റെ റസൂലിനെ സാക്ഷി നിർത്തി, അവിടെ കൂടിയ പുരുഷാരത്തെ സാക്ഷി നിർത്തിയിട്ട് നമ്മൾ പറഞ്ഞില്ലേ, കബിൽത്തു, ഞാനത് സ്വീകരിച്ചെന്ന്. ഇനി ഇവളെന്റെ ഭാര്യയാണ്. ഇവളുടെ കണ്ണ് നിറയില്ല, അവളുടെ കൽബ് പടയില്ല, അവളുടെ കാലിടറില്ല, അവൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. പൊന്നുമോനെ, നിക്കാഹ് കഴിഞ്ഞ് നിന്റെ കയ്യും പിടിച്ച് ആ പാവപ്പെട്ട പെണ്ണ് ഇറങ്ങി വരുമ്പോ അവളുടെ ഉമ്മയെ നോക്കി അവൾ കരയുന്നത് കണ്ടോ? ഇനി അവൾക്ക് ഉമ്മയെ കാണാൻ കഴിയില്ല. അവൾ ജീവിച്ചിരുന്ന വീടിനോട് വിട പറയുന്നു, അവളുടെ ഉമ്മയോട്, അവളുടെ ഉപ്പയോട്, അവളുടെ സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എല്ലാത്തിനോടും വിട പറഞ്ഞിട്ട് പൊന്നുമോനെ നിന്നെ മാത്രം വിശ്വസിച്ചിട്ട് നിന്റെ വിരൽ തുമ്പിൽ അവൾ മുറുക്കി പിടിക്കുന്നത് കാണാം. വിവാഹം കഴിഞ്ഞിറങ്ങുന്ന ഒരു പെണ്ണ് യാത്ര പറയുമ്പോൾ നിന്റെ കൈവിരലിൽ മുറുക്കി പിടിക്കുന്നത് കാണാം. എല്ലാം ഞാൻ ഉപേക്ഷിക്കുകയാണ്, ഇനി എന്റെ ആകെയുള്ള ഒരാശ്രയം ഈ വിരൽ തുമ്പ് മാത്രമാണ്. ഇനി അവളുടെ വീട് നിന്റെ വീടാണ്. അവളുടെ ഉമ്മ അവളുടെ ഉമ്മയായി, അവളുടെ പിതാവായി, അവളുടെ സഹോദരനായി, അവളുടെ ഭർത്താവായി വിവിധ റോളുകളിൽ മാറേണ്ടത് നീയാണ്. അതുകൊണ്ട് ആ പെണ്ണിനെ നീ കഷ്ടപ്പെടുത്തരുതേ. ഒരു നിരപരാധിയായ പെണ്ണിന്റെ കണ്ണുനീര് വീണ കുടുംബം, ആ കുടുംബം പിന്നീട് തകർന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂല് പറഞ്ഞു, അല്ലാഹ ഫിന്നിസാ, ഭാര്യമാരുടെ കാര്യത്തിൽ അള്ളാനെ സൂക്ഷിച്ചോ. ഫഇന്നകുന്ന അവാനും ബൈന ഐദീക്കും, നീ കൈവെള്ളയിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന ജീവിതം അവളുടേത്. റസൂലുള്ള ആദ്യ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത് ഏതോ ഭർത്താക്കന്മാർ വെടിവെച്ചാന്ന് ഓർത്തി പടച്ചാൻ പുരാന്. ഓ ആ ഓ ഔദു ബികലിമാത്തില്ലാഹി തമ്മാത്തി കുല്ലിഹാ മിൻ ശർരി മാ ഖലഖ്. ഈ അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു കാര്യം ചിരിയുടെ ഇടയിൽ അതൊന്നും കളയരുത്, ഗൗരവമായിട്ട് ചിന്തിക്കണം. റസൂലുള്ള ആദ്യം പറഞ്ഞ എന്തിൻ്റെ കാര്യമാണ്? നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. രണ്ടാമത് പറഞ്ഞാൽ ഭാര്യമാരുടെ കാര്യം ശ്രദ്ധിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? ഒരാൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ചയില്ല, പക്ഷെ അവൻ ഭാര്യയോടുള്ള കടമകൾ പൂർത്തീകരിക്കാത്തവനാണെങ്കിൽ അവൻ്റെ നിസ്കാരം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന കാര്യം സംശയമാണ്. വിശുദ്ധമായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെറുതെ ഭാവപ്രകടനങ്ങൾ മാത്രമല്ല. ഭാര്യ വീട്ടിലും വിട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, എനിക്ക് സ്വർഗ്ഗമാണെന്ന് എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാനൊരു സ്നേഹം കൊണ്ട് പറഞ്ഞാണ്, അല്ലാതെ വിമർശിക്കാൻ പറയണമല്ല. ഓരോന്നിനും ഓരോ കടപ്പാടുകളുണ്ട്. മക്കളോടുള്ള കടപ്പാട്, മാതാപിതാക്കളോടുള്ള കടപ്പാട്, ഭാര്യയോട് നിനക്കൊരു കടപ്പാടുണ്ട്. വിവാഹം നടക്കുന്നിടത്തു നിന്ന് കൈവെള്ളയിൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ. ഇനി അവൾക്ക് ഭാര്യയില്ല, മക്കളിൽ, ഇയാൾക്ക് സഹോദരങ്ങളില്ല, 10-20 വർഷം കളിച്ചു നടന്ന വീടില്ല, ഒന്നുമില്ലാതെ വന്നവരാണ്. ഇനി എല്ലാം ആ പെണ്ണിനാരാണ്? നമ്മളാണ്. കൂടുതൽ ഞെളിയുണ്ട. നിങ്ങളും കരുതണം, പടച്ചോനെ, ഇനി ഭർത്താവിൻ്റെ ഉമ്മയാണ് എൻ്റെ ഉമ്മ, അത് അമ്മായിയമ്മയല്ല. ഭർത്താവിൻ്റെ വാപ്പ എൻ്റെ സ്വന്തം വാപ്പയാണ്. ഭർത്താവിൻ്റെ സഹോദരങ്ങൾ എൻ്റെ സ്വന്തം സഹോദരങ്ങളാണ്. നിൻ്റെ സ്വന്തം ഉമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നോ അതേ സ്ഥാനത്ത് തന്നെ ഭർത്താവിൻ്റെ ഉമ്മയും കാണാൻ കഴിയണം. ഇത് രണ്ട് സൈഡിൽ നിന്ന് ക്ലിപ്പ് ചെയ്താലേ നടക്കൂ. അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രം ഇവരെ പറയുമ്പോൾ നിങ്ങൾ ഞെളിയുക, അവരെ പറയുമ്പോൾ നടക്കില്ല. സഹോദരങ്ങളെ, ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണി പോലെ കൂട്ടിച്ചേർക്കാനുള്ളതാണ്. അങ്ങനെ അറിയുന്ന മനസ്സുകൾക്ക് ജീവിതത്തിൽ സമാധാനമുണ്ടാകൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആയിഷാബിയോട് വന്നിട്ട് ചോദിച്ചു, ഭർത്താവെന്ന് ചോദിച്ചാൽ എന്താ? ആയിഷാബിയുടെ മറുപടി ഒരു നെടുവീർപ്പായിരുന്നില്ല. എൻ്റെ ഭർത്താവ് ഖുർആൻ പറഞ്ഞ ഭർത്താവായിരുന്നു. എൻ്റെ ഭർത്താവ് ഖുർആൻ പറഞ്ഞ ഭർത്താവായിരുന്നു. ആരാ പറയുന്നത് ഇത്? ആയിഷ റളിയല്ലാഹു അൻഹ
നിങ്ങളെല്ലാവരും വിചാരിക്കും, ഓ ജീവിക്കാനൊരു നല്ല വീടും കിടന്നുറങ്ങാനൊരു നല്ല സൗകര്യവും കാറും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ, അല്ലാതെ കുടിലിൽ കിടന്നാൽ പറ്റൂല. എൻ്റെ പൊന്നു സഹോദരങ്ങൾ, ആയിഷാബി അള്ളാഹുവിൻ്റെ റസൂൽ എവിടെ കിടന്നു? എന്നിട്ട് അവർക്കൊരു പരിഭവം ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ടും അവർക്ക് ആർക്കൊരു പരിഭവം ഉണ്ടായിരുന്നില്ലല്ലോ. 11 മണിയായ 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇന്ന് തൽക്കാലം വരിക, ബാക്കി ഇൻഷാ അല്ലാഹ് പറയാം. നിങ്ങൾക്ക് ധൃതിയൊന്നുമില്ലല്ലോ? എനിക്ക് ധൃതി ഉണ്ട്, അതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ്? അള്ളാഹുവിന്റെ തിരുദൂതർ എവിടെയാണ് കിടന്നത്? സഹോദരങ്ങളെ, സ്വന്തമായിട്ടൊരു കിടപ്പറയവർക്ക് ഉണ്ടായിരുന്നില്ല, പട്ടിവിരിച്ച മെത്തയുണ്ടായിരുന്നില്ല, കിടന്നുറങ്ങാൻ അറിയുമല്ലോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ. ആയിഷ ബീവിയുടെ ജീവിതം എത്ര ദുരിതമായിരുന്നു അതറിയണമെങ്കിൽ ആയിഷ ബീവി തന്നെ പറയട്ടെ. നറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല ശഹറൈനി മുത്തതാബിഐനി وفي أبيات رسول الله صلى الله عليه وسلم ما نستوقد نارا. ആയിഷ ബീവി പറയുകയാണ്, ഒരു മാസം കടന്നുപോയി, 2ാമത്തെ മാസവും കടന്നുപോയി. ആ സമയത്തെല്ലാം വഫീ അബിയാത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ നസ്തൗഖിദു നാറാ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടില്, ഞാനും എന്റെ ഭർത്താവും ജീവിച്ച വീട്ടില് അടുപ്പിൽ ഒരു ദിവസം പോലും തീ പുകഞ്ഞിട്ടില്ല. അടുപ്പിൽ തീ കത്തിക്കാത്ത 2 മാസം കഴിഞ്ഞു പോയി ഞങ്ങൾക്ക്. ആരോ ചോദിച്ചു, 2 മാസം എങ്ങനെയാണ് നിങ്ങൾ ജീവിച്ചത്? പട്ടിണി കിടന്ന് മരിച്ചു പോകുമായിരുന്നില്ലേ? ആയിഷ ബിബിയുടെ മറുപടി, 2 കറുത്ത വസ്തുക്കൾ കൊണ്ടാണ് ഞങ്ങൾ ജീവൻ പിടിച്ചു നിർത്തിയത്. ഒന്ന് കറുത്ത കാരക്ക. ആ കാരക്ക വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ വെള്ളം കറുത്ത നിറമാകും. വല്ലാതെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വരുമ്പോ ആ വെള്ളമെടുത്തിട്ട് ഞാനും എന്റെ ഭർത്താവും കൂടി കുടിക്കും. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വിശപ്പ് മാറ്റിയെന്ന്. സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഒന്ന് സ്നേഹത്തോടെ പുഞ്ചിരിക്കാൻ കഴിയുന്നുവോ? ഒന്ന് സ്നേഹത്തോടെ പങ്കിടാൻ കഴിയുന്നുവോ? പരസ്പരം തർക്കമാണ്, പരസ്പരം വിതർക്കമാണ്. ഒരു വല്ലാത്ത ചുട്ടുപെടുത്തു നടക്കുന്ന നട്ടുച്ച നേരം അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവ് ഓടി വരുന്ന ഭാര്യയുടെ അടുക്കലേക്ക് ഒന്ന് ചിന്തിക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ വിശക്കുന്ന മോള്, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരിക. ആയിഷ ബീവി അടുക്കളയിൽ ചെന്നു. ആ അടുക്കളയിൽ ഒരു കാരക്ക പോലും ബാക്കിയില്ല. ആയിഷ ബീവി അടുക്കളയിൽ ഇരുന്നിട്ട് വിതുമ്പിപ്പോയി, അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ ഭർത്താവ് വിശന്നൊട്ടിയ വയറുമായിട്ട് മുമ്പിൽ ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്നു, അടുക്കളയിലാണെങ്കിൽ ഒരു കാരക്ക പോലുമില്ല. ചരിത്രത്തിൽ കാണാം, ഹദീസിൽ കാണാം. എന്റെ പൊന്നു സഹോദരിമാരെ, ആയിഷ റളിയല്ലാഹു അൻഹാ കമഴ്ത്തി വെച്ചിരിക്കുന്ന പാത്രമൊക്കെ എടുത്ത് നിവർത്താൻ തുടങ്ങി. ഒന്നുമില്ലെന്നറിയാം, വെറുതെ വെപ്രാളത്തിന്റെ ഇടയിൽ ഒരു ആശ്വാസത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ വല്ലാതെ വിശന്ന് വേദിക്കുകയാണ്. പെട്ടെന്നൊരാ വാതിൽ പുറത്തൊരു തേങ്ങിക്കരച്ചിൽ കേൾക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ വാതിൽ പിടിയിൽ പിടിച്ചിട്ട് തേങ്ങിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാണ് ആയിഷ കരയുന്നത്? ഒരു ഭാര്യയും ഒരു ഭർത്താവും, ആലു മുഹമ്മദ്, എന്തിനാണ് ആയിഷ കരയുന്നത്? യാ റസൂലല്ലാഹ്, അങ്ങ് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങക്ക് തരാൻ ഒരു കാരക്ക പോലും ഈ വീട്ടിലില്ല നബിയേ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ വിളമ്പി വെക്കാൻ ഒരു പിടി ആഹാരമില്ലാതെ കരയുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് എഴുന്നേറ്റ് തന്നു. ആയിഷ ബീവിയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആയിഷയുടെ കവിളിൽ തടികി തലോടിയിട്ട് റസൂലുള്ള കണ്ണുനീര് തുടച്ചു മാറ്റിയിട്ട് പറഞ്ഞു, ആയിഷ കരയണ്ട, ഇന്ന് കഴിക്കാനൊന്നുമില്ലെങ്കിൽ ഞാനിന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചുകൊള്ളാം. ആയിഷ, ഒരു നേരം വിശന്ന് വലഞ്ഞു വന്നിട്ട് ഭക്ഷണം കഴിക്കാനില്ലാതിരുന്നിട്ട് കരയുന്ന ഭാര്യയെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുനീര് തുടച്ചു കൊടുത്തിട്ട് കഴിക്കാനില്ലാത്തത് കൊണ്ട് സുന്നത്ത് നോമ്പ് പിടിച്ച ഭർത്താവ് പട്ടിണിയും പരിവട്ടവുമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ആയിഷ ബീവി ഒരു കൂട്ടുകാരി ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ കൊണ്ടുപോയി. നല്ല പഴുത്ത ഈത്തപ്പഴം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ കൊണ്ടുവന്നു കൊടുത്തു. അത് കണ്ടിട്ട് ആയിഷ ബീവി ഇരുന്നിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. കൂട്ടുകാര് ചോദിച്ചു, എന്തിനാണ് ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്ന് കരയുന്നത്? ആ സമയത്ത് ആയിഷ ബീവി പറഞ്ഞു,
തൻ്റെ ഭർത്താവിൻ്റെ ഖബർ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഈ പച്ചമണ്ണിൽ കിടക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ ജീവിതകാലത്തിൽ ഞാനും എൻ്റെ ഭർത്താവും ഇതുപോലൊരു ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നൊരു നല്ല ഭക്ഷണം എൻ്റെ മുമ്പിൽ വരുമ്പോ അത് കഴിക്കാൻ എൻ്റെ കൂടെ എൻ്റെ ഭർത്താവുമില്ലെന്ന് ബഹുമാനപ്പെട്ട ബീവി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഇന്ന് നമുക്ക് വലിയ വീടുകളുണ്ട്, സമ്പത്തുകളുണ്ട്, സൗകര്യങ്ങളുണ്ട്. എന്നിട്ടും ആയിഷ ബീവി പറഞ്ഞു, ഈ മണ്ണിൽ കിടക്കുന്ന എൻ്റെ ഭർത്താവ് ഖുർആൻ പറഞ്ഞ ഭർത്താവായിരുന്നു. കഴിയുമോ സഹോദരങ്ങളെ? പുതിയ മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിക്കുന്നതിലല്ല, അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ട് അവളെ തൃപ്തിപ്പെടുത്തി അതിലൂടെ നടന്നു പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭാര്യയും ഭർത്താവും കിടന്ന കട്ടിലിൻ്റെ കഥ നിങ്ങൾക്ക് കേൾക്കണോ? ഈത്തപ്പന മരത്തിൻ്റെ ഓല മണൽത്തരിയുടെ മുകളിൽ വിരിച്ചിട്ട് ആയിഷാബിയും റസൂലുള്ളയും കിടന്നുറങ്ങും. ആയിഷാബി ഒന്ന് രാവിലെ എഴുന്നേറ്റാലുടനെ റസൂലുള്ളാടെ റിസാലത്തിൻ്റെ ശരീരത്തിൽ കൂർത്തുപോയ കല്ല് ഞാൻ പെറുക്കി കളഞ്ഞിട്ടാണ് റസൂലുള്ള പള്ളിയിൽ പോകുന്നത്. അവർക്ക് കിടക്കാൻ ഒരു കട്ടിൽ പോലും ഉണ്ടായിരുന്നില്ല. तेरी फर्श है वही बुरिया, तेरी जिंदगी तेरी कमाल है, सल्लू अलैहि वालिही, सल्लू अलैहि वालिही. നഫസീലിഹേ നമഹൽ സറ തെരി ഫർഷിഹേ വഹി ബൂരിയ. നബി അങ്ങ് കിടന്നുറങ്ങിയത് ഈത്തപ്പന മരത്തിൻ്റെ ഓലയിലാണല്ലോ നബിയെ. എന്നിട്ടും അവരുടെ ഇടയിലുള്ള എന്തൊരു സ്നേഹമായിരുന്നു അത്, എന്തൊരു സ്നേഹമായിരുന്നു അത്. നിങ്ങൾ ഓർക്കും ഞാൻ ഇത്ര ഗൗരവത്തോടെ പറയുന്നത് എന്തെന്ന്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ആ സംതൃപ്തി മരിക്കുന്നവരെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നാളെ നമ്മൾ അള്ളാഹുടെ മുമ്പിൽ നിൽക്കേണ്ടവരല്ലേ? അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കണ്ടേ? സ്വന്തം ഭാര്യ നിന്നെയും കാത്തുകൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ നിനക്ക് പോകാൻ വേറെ മേച്ചിൽപ്പുറങ്ങൾ കിട്ടിയേക്കാം, പക്ഷെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കണ്ടേ? അള്ളാഹു ചോദിക്കില്ലേ നമ്മുടെ ജീവിതത്തെക്കുറിച്ച്? ഒരു ചാൺ മുകളിൽ സൂര്യൻ, താടെ ചെമ്പിൻ്റെ തറ. അഹമ്മദ് കബീർ നിൽക്കണം, നിങ്ങളും നിൽക്കണം. അള്ളാഹുവിനോട് സമാധാനം പറയണ്ടേ ജീവിതത്തെക്കുറിച്ച്? ഒരു പുരുഷായുസിൻ്റെ അർദ്ധപകുതി കഴിഞ്ഞു എനിക്ക്. ഇനി പകുതി ജീവിതമല്ലേ ഉള്ളൂ, ഇനി പകുതി ജീവിതമല്ലേ ഉള്ളൂ. ഈ വല്ലായ്മകളുടെ ഒക്കെ നടുവിൽ വാള് പറയാൻ വേണ്ടി നടക്കുന്ന എന്തിനാ? ഞാനോ അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ഇ.പി. അബൂക്കർ മൗലവിയുണ്ട്, ധാരാളം പ്രഭാഷകരുണ്ട്. ആ പ്രഭാഷണം നടത്തുന്നതിൻ്റെ പ്രതിഫലം നിങ്ങൾ കൊടുക്കുന്ന പ്രതിഫലമാണെങ്കിൽ ആ പ്രഭാഷണത്തിനൊന്നും പ്രതിഫലം കൊടുക്കാൻ ഒരു സംഘാടകർക്കും കഴിയില്ല. പക്ഷെ ഒരു ബോധ്യമുണ്ട്, നാളെ അള്ളാഹുടെ മുമ്പിൽ നിൽക്കും. അഹമ്മദ് കബീറിനോട് ചോദിക്കൂലേ, നീ ജനങ്ങളോട് നിനക്ക് പറഞ്ഞ ഇൽമ നീ പറഞ്ഞു കൊടുത്തു എന്ന് വെച്ചാൽ അഹമ്മദ് കബീർ പറയണ്ടേ? അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ എൻ്റെ മുമ്പിൽ വന്ന സമൂഹത്തോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇരിക്കുന്ന ആലിമീങ്ങൾ മുഴുവനും പറയും, അള്ളാഹുവേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവേ, അള്ളാഹു ആ രീതിയിൽ മറുപടി പറയാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി സാക്ഷിയിക്കൂല്ലേ? അള്ളാഹു പരലോകത്തിൽ രക്ഷപ്പെട്ടവല്ല അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ദുനിയാവിൽ കൂടുതലും അള്ളാഹു നമ്മെ ഇരുകൂട്ടരെയും അള്ളാഹു വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കേൾക്കുന്ന പറയുന്നത് അനുസരിക്കുന്നത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അള്ളാഹു നമുക്ക് പ്രതിഫലം തരും. ഈ ദുനിയാവിൽ കൂടുതലൊന്നും ജീവിക്കാൻ കഴിയില്ല സഹോദരങ്ങളെ. എല്ലായിടത്തും മതപ്രഭാഷണത്തിന് ആൾ കൂടുതലാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാകുന്ന ഉസ്താദ്മാർ പറഞ്ഞു, വാഹ് കേൾക്കാൻ ആളുകൾ വളരെ കൂടുതലാണ്. എല്ലാവരും വിളിക്കും, കബീർ ഉസ്താദ് ഈ ഭാഗത്തെവിടെയെങ്കിലും വാഹുണ്ടോ? കാരണം ഇന്ന് മനുഷ്യരെ സൗകര്യങ്ങൾ കൂടുതലാണ്, പക്ഷെ അവനില്ലാത്ത ഒരേ ഒരു സാധനം മനസ്സിൻ്റെ സമാധാനമാണ്. ജീവിതത്തിൻ്റെ സുഖമില്ല, അതുകൊണ്ട് അവൻ ആത്മീയതയിലേക്ക് തന്നെ വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നു. അള്ളാഹുടെ തൗഫീഖ് കൊണ്ട് ധാരാളം ചെറുപ്പക്കാർ ഈ ഒരു ചടരിൽ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സംഘാടകരായ എൻ്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടികൾ, അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുഞ്ഞുങ്ങൾ 2 ദിവസം ഇവിടെ വാതു വെച്ചത് ഇത് പിരിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടാനല്ല, അവരുടെ വീട്ടിൽ അരിമേടിക്കാനുമല്ല. 2 ദിവസം അള്ളാഹുവിൻ്റെ ഖുർആൻ ഈ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണം, ഈ സമൂഹത്തോട് പകർന്നു കൊടുക്കണം. അതാണ് പറയുന്നത്. അത് ചോദിക്കണം, അത് പറയണം. പക്ഷേ നമുക്ക് പലപ്പോഴും തോന്നും, എന്തിനാണ് ഈ വാതു വെക്കുന്നത്, എന്തിനാണ് പ്രസംഗിക്കുന്നത്? ഇത് പണ്ടും ഈ ചോദ്യമുണ്ടായിരുന്നു. ഖുർആൻ ഇത് കാലത്ത് ഉമ്മത്ത് മിൻഹും ലിമത്തഇലൂന ഖൗമനില്ല മുഹ്ലിക്കുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ. ആളുകൾ ചോദിക്കും, നിങ്ങളെന്തിനാണ് ഉപദേശിക്കാൻ നടക്കുന്നത്, നിങ്ങളെന്തിനാണ് വാള് വെക്കാൻ നടക്കുന്നത്? അവർ മുഹ്ലിക്കും, ഒന്നുകിൽ അള്ളാഹു അവരെ നശിപ്പിക്കട്ടെ, അല്ലാഹു അവരെ ശിക്ഷിക്കട്ടെ, തെറ്റ് ചെയ്യുന്നവർ. നിങ്ങൾക്കെന്താ ഉള്ളത്?
വഅ്ള് വെക്കുന്നത് 2 കാരണത്തിന് വേണ്ടിയാണെന്ന് ഖുർആൻ. ഞാൻ ഈ പറയുന്ന മുഴുവൻ ഖുർആനാണ്. കാലു മഅ്ദിറത്തൻ ഇലാ റബ്ബിക്കും, അള്ളാഹുടെ മുമ്പിൽ നാളെ പറയേണ്ട, അള്ളാഹുവേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തു എന്ന് പറയണം. വല അല്ലഹും യത്തഖൂൻ, ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും ഒരു മാറ്റമുണ്ടായാലോ, ഒരു പെണ്ണിനെങ്കിലും ഈ മാറ്റമുണ്ടായാലോ. ഞാൻ കഴിഞ്ഞ റമദാനിൽ ഞാൻ ജോലി ചെയ്യുന്ന സെൻട്രൽ ജുമാ മസ്ജിദ് തിരുവനന്തപുരം സ്ത്രീകളുടെ ക്ലാസ്സിൽ ഖുർആനിലെ കുടുംബമാണ്, ഞാൻ ഇതേ വിഷയമാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയാം തിരുവനന്തപുരം നഗരത്തിൻ്റെ അവസ്ഥ. ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം കാണാൻ പോലും സമയമില്ലാതെ കാലിൽ ചക്രം പിടിപ്പിച്ചതുപോലെ വേഗതയോടെ നടന്നു പോകുന്ന നഗരജീവിതം. അവസാനം 27-ാം രാവിലെ അന്ന് സമാപന സദസ്സിൽ കഴിഞ്ഞിട്ട് നിസ്കാരിക്കാൻ വേണ്ടി വെള്ളിയിൽ വന്ന് എൻ്റെ പുരുഷന്മാരെന്നോട് ചോദിച്ചു, എൻ്റെ പൊന്നുസ്താദെ ഞങ്ങളുടെ ഭാര്യമാർക്ക് എത്രയോ മാറ്റം, നിങ്ങൾ എന്ത് മന്ത്രമാണ് അവരോട് പറഞ്ഞു കൊടുത്ത്? ഞാൻ ഖുർആനിലെ കുടുംബം അവരോട് പറഞ്ഞു കൊടുത്തു. ആർക്കെങ്കിലും ഒരാൾക്കൊരു മാറ്റമുണ്ടായാലോ അള്ളാഹു ഇത് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ആദ്യം നിങ്ങൾ അറിയുക, ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ന് യോജിപ്പുണ്ടാകുന്നു അന്നേ ഒരു കുടുംബത്തിൽ ബറക്കത്തുണ്ടാവും. നമ്മൾ നാടുതോറും നടക്കുക, വറക്കത്ത് മേടിക്കാൻ നടക്കുക. നാടുതോറും നമ്മൾ വറക്കത്ത് വിതരണം ചെയ്യുന്നവരുമുണ്ട്, അത് മേടിക്കാൻ ആളുകളുമുണ്ട്. എന്താ കാര്യം? എൻ്റെ കുടുംബത്തിൽ വറക്കത്തില്ല, എൻ്റെ കുടുംബത്തിൽ കച്ചവടം ചെയ്താൽ വറക്കത്തില്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളീൻ. പെണ്ണ് പറയും ഭർത്താവിൻ്റെ കച്ചവടം ഒന്നും ഗുണം പിടിക്കുന്നില്ല, ആകെ പ്രശ്നമാണ്. എന്നിട്ട് അവൾ നടക്കുക കളരിത്തുടി ഉസ്മാൻ്റെ ഐക്കല് സിഗാൻ മേടിക്കാനും വറക്കത്ത് മേടിക്കാനും. ബറക്കത്തുണ്ടാകണമെങ്കിൽ അള്ളാഹുടെ കാരുണ്യം കിട്ടണ്ടേ? ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിപ്പില്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മൻ നളറ ഇലംറഅതിഹി വനളറത് ഇലൈഹി നളറല്ലാഹു ഇലൈഹിമാ. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏതെങ്കിലും ഒരു ഭർത്താവ് വളരെ സ്നേഹത്തോടെ തന്റെ ഭാര്യയുടെ മുഖത്തോട്ട് നോക്കി, അതേ സമയത്ത് ഭാര്യ അതേ സ്നേഹത്തോടെ ഭർത്താവിന്റെ മുഖത്തോട്ട് നോക്കി, ഒരു ഭാര്യ ഭർത്താക്കന്മാര് പരസ്പര സ്നേഹത്തോടെ മുഖം നോക്കിയിരുന്നാൽ നളറല്ലാഹു ഇലൈഹിമാ, അള്ളാഹു അവരിലേക്ക് നോക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്താ പ്രതിഫലം? ഭാര്യ സന്തോഷത്തോടെ ഭർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കി, ഭർത്താവ് തിരിച്ച് അതേ സമയത്ത് ഭാര്യയുടെ മുഖത്തോട്ട് നോക്കി, ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഉള്ളിലൊന്നുമില്ലാതെ പുഞ്ചിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ വീട്ടിലെങ്കിൽ പ്രതിഫലം എന്താ? നളറല്ലാഹു ഇലൈഹിമ, അള്ളാഹു അവരിലേക്ക് നോക്കും, അവൻ്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും, നിങ്ങൾക്കുണ്ടാകുന്ന മക്കൾ നല്ലവരായിട്ട് വരും, നിങ്ങളുടെ കുടുംബം ലോകം മുഴുവനും ആദരിക്കുന്ന കുടുംബമായി മാറും. അതിനെന്ത് ചെയ്യണം? സ്നേഹത്തോടെ ജീവിക്കണം. എന്താ സ്നേഹം? നമ്മുടെ ഭാര്യ, നമുക്ക് അള്ളാഹുവിൻ്റെ എന്താ ഖുർആൻ പറഞ്ഞ ഭർത്താവ് എന്താ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ഭാര്യമാർ നമ്മളോട് വന്നിട്ട് ചോദിക്കും, 2 മക്കളൊക്കെ ആയി, കല്യാണമൊക്കെ വെച്ചിട്ട് 10-12 വർഷമായി. അപ്പോൾ ഇടയ്ക്ക് ഭാര്യ ചോദിക്കും, പിന്നെ നിങ്ങൾക്ക് എന്നോട് ഇത്ര സ്നേഹമുണ്ട്? നാവികരിച്ച ഔട്ട് വെച്ച് തരും. ഇവിടെ മനുഷ്യൻ തീ പിടിച്ചടക്കുമ്പോഴാണ് നീ സ്നേഹം ഇളക്കാൻ തെർമോമീറ്ററും കൊണ്ട് കിടക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മുടെ മറുപടി എന്തായിരിക്കും? ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം ഞാൻ പറയാം. എന്തായിരിക്കും നമ്മുടെ മറുപടി? 2 ചവിട്ട് നമ്മളൊരു 4 ശബ്ദമെങ്കിലും ഇട്ടിട്ട് ഓടിക്കും, പാവങ്ങൾ ഓടും. എൻ്റെ പൊന്നു സഹോദരന്മാരെ, നന്നായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോളിയും. ഭർത്താവിനോട് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം എന്തോരം സ്നേഹമുണ്ടെന്ന്. വല്ലതും കിട്ടിയാൽ നിങ്ങൾ മേടിച്ചോളാം, അതെനിക്ക് വേണം. കാരണം എന്താ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് ആയിഷ ബീവി വന്നിട്ട് ചോദിക്കും, നബിയെ അങ്ങേക്ക് എന്നോട് എന്തോരം സ്നേഹമുണ്ട് നബിയെ. ഇതാരുടെ ജീവിതമാണ്? റസൂലുള്ളാഹിയുടെ ആയിഷ ബീവി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ആ തിരുമതി ഉദ്ധരിക്കുന്നു, നബിയെ അങ്ങേക്ക് എന്നോട് എന്തോരം സ്നേഹമുണ്ട് നബിയെ. അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തു? റസൂലുള്ള പറയും, ആയിഷ ഈ കയറിൻ്റെ പിരി ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കുന്നുണ്ടല്ലേ, കയറ് ഇവിടെ കയറ് മേഖല ആലപ്പുഴ, ആ കയറിൻ്റെ ഇഴയുണ്ടല്ലോ, ആ ഇഴ ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കണ മാതിരി നിന്നോടുള്ള ഹുബ്, നിന്നോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ഈ കയറിൻ്റെ ഇഴ ടൈറ്റായിരിക്കണ പോലെ ഇരിക്കുക. ആയിഷാബിക്ക് സന്തോഷമായി. എൻ്റെ റസൂലുള്ളാഹിക്ക് പറഞ്ഞൂടെ, എനിക്ക് ഇത്രയും സഹാബാക്കളുടെ കാര്യം നോക്കണം, അറേബ്യയുടെ കഥ നോക്കണം, നീ പോവാൻ? അതുമാത്രമല്ല, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആയിഷാ ബീവി ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ള വന്നിരിക്കും. ആയിഷ വിളിക്കും, നബിയേ എന്തോ ആയിഷ നമ്മുടെ പഴയ കയറെങ്ങനെ ഇരിക്കണ്? ഇമാം തിർമതി ഉദ്ധരിക്കുകയാണ്. റസൂലുള്ള പറയും, ആയിഷ ഒരു കുഴപ്പമില്ല, അതിനേക്കാളും ടൈറ്റായിട്ടിരിക്കുകയാണ്. ഇതാരാ ഇത്? നാളെ ഹൗദുൽ കൗസർ നമുക്ക് കോരിത്തരേണ്ട റസൂലുള്ളാഹിയുടെ കഥയാ. ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാവണം, ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാവണം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമായിരുന്നു, റസൂലുള്ള മറുപടി പറയുമായിരുന്നു. അതോടൊപ്പം തന്നെ ഇതേ റസൂലുള്ളാഹിയും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നമ്മൾ ഓട്ട മത്സരം നടത്തും. ചിലപ്പോൾ ആദ്യം ഓടി നബി തങ്ങൾ ജയിച്ചു,
ആയിഷാ ബീവിക്ക് സങ്കടമായി, പിണങ്ങി മാറിയിരുന്നു, തോറ്റുപോയി. ഈ തോക്കണ പെണ്ണിന് ഒരിക്കലും ഇഷ്ടമല്ല, തോറ്റു തരത്തുമില്ല. അത് പെണ്ണിൻ്റെ ഒരു സ്വഭാവമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും എന്താകും എന്താ തോറ്റത്. ഇപ്പോൾ ഇന്ത്യ ഭരിക്കണം 3 സംസ്ഥാനത്തിൽ 4 സംസ്ഥാനവും പെണ്ണാ ഭരിക്കണം. 3 മാപ്പിളയില്ല, 1 മാപ്പിള ഉണ്ട്. ജയലളിതയ്ക്ക് ഭർത്താവില്ല, മമതാ ബാനർജിക്ക് ഭർത്താവില്ല. പിന്നെ നമ്മുടെ UP-യിൽ മായാവതിക്ക് ഭർത്താവില്ല. പിന്നെ ആകെ ഉള്ളത് ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിനാണ്. എന്താകും എന്താ അല്ലാഹു അലം. അപ്പോൾ ഈ തോറ്റു തരില്ല, അവർക്ക് പറ്റാത്തൊരു സാധനമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ആയിഷാ ബീവി പെല്ലെ പിണങ്ങി മാറിയിരുന്നു. അള്ളാൻ്റെ റസൂൽ വന്നിട്ട് പറഞ്ഞു, ആയിഷ നീ പിണങ്ങണ്ട, ഇങ്ങ് വാ നമുക്കൊന്നുകൂടി ഓടാം. നടത്തി. കൊച്ചു പിള്ളേർ നടത്തൂലേ പിണങ്ങി മറിക്കാൻ, നമുക്കൊന്നുകൂടി മത്സരം നടത്താടെ. ജീവിതം നിൻ്റെ ഈ മസിൽ പിടുത്തത്തിലൊന്നും പോകില്ല പൊന്നുമോനെ, ജീവിതം ഇങ്ങനെയൊക്കെ പോകൂ. അപ്പോൾ പറഞ്ഞ് നമുക്കൊന്നുകൂടി നടത്താം. അങ്ങനെ റസൂലുള്ളാഹി ആയിഷാ ബീവിയും കൂടെ ഒന്നുകൂടി ഓടി. അള്ളാൻ്റെ റസൂലും മനഃപൂർവ്വം തോറ്റു കൊടുത്തു. ആയിഷാ ബീവി ജയിച്ചു, പ്രശ്നം തീർന്നു. ഇപ്പോൾ പിണക്കം മാറാൻ റസൂലുള്ളാഹി എന്ത് ചെയ്ത്? മനഃപൂർവ്വം തോറ്റു കൊടുത്തു. നമ്മളൊരു മനഃപൂർവ്വം തോറ്റേക്കണം. ഇപ്പോൾ ഭാര്യ നിങ്ങളോട് മിണ്ടൂല, 10 ദിവസമായി പിണങ്ങിയിരിക്കുക. എന്തൊക്കെ പറഞ്ഞിട്ടും ഭാര്യ മിണ്ടൂല, പിണങ്ങിയിരിക്കണം. വൈകുന്നേരം വന്നപ്പോൾ അതാ പൊങ്കാലയുടെ കലമാതിരി മോന്ത ഇരിക്കണം, വീർത്ത് പൊങ്കാലയുടെ കലമാതിരി മൂടുമാതിരി. നിനക്ക് ഞാൻ ബീകാലാൻഡി കൊണ്ടുപോകും, എന്നോട് മിണ്ടണ്ടെന്നല്ലേ പറഞ്ഞു. നിനക്ക് ഞാൻ മഴത്തുള്ളിക്കിലുക്കത്തിൻ്റെ കമ്മൽ മേടിച്ചുതരാം, എന്നോട് മിണ്ടണ്ട. 4-5 ദിവസമായിട്ടും പോയി പറഞ്ഞിട്ട് ഇവളെന്ത് ചെയ്യൂല, പിണക്കം മാറൂല. ഞാൻ പറഞ്ഞുതരാം വിദ്യ, പ്രയോഗിച്ചാൽ മതി. എന്ത് ചെയ്യണം? മൂപ്പതാപ്പാക്ക് എന്തൊരാവേശം. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ആ സമയത്ത് പോയിട്ട്, ഇത് കുടുംബജീവിതമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, സാധാരണ ആകുമ്പോൾ അത് പറയുമ്പോൾ ഇത്രയും ലയസായിട്ട് പറയലോ പതിവില്ല എനിക്ക്. അപ്പോൾ എന്ത് ചെയ്യണം? കുടുംബജീവിതമാകുമ്പോൾ ഇങ്ങനെ പറ്റൂ. പോയിട്ട് ആ പിണങ്ങി ഇങ്ങനെ ഇരിക്കുമല്ലോ പൊങ്കാലക്കലമാതിരി, പോയിട്ട് ഈ താടയ്ക്ക് കൈ കൊടുത്തിട്ട് ഭാര്യയുടെ മുഖത്തോട്ട് ഇങ്ങനെ സൂട്ടിച്ചൊരിച്ചിരേരം നോക്കണം. എന്നിട്ട് പറയണം, അല്ലോ നിനക്ക് എന്തൊരു സൗന്ദര്യമാ. അപ്പോളെ അവൾ ചോദിക്കും, ഇക്ക കാര്യമായിട്ട് പറഞ്ഞാണോ അതോ ഞാൻ തീർന്ന് വിഷയം തീർന്ന്. അതിൻ്റെ വിഷയം അതോടെ എന്ത് ചെയ്ത്? അള്ളാഹുവിന്റെ പ്രവാചകനോട് ആയിഷാ ബീവി പലപ്പോഴും പരിഭവം നടിക്കുമായിരുന്നു. പരിഭവത്തോടെ വല്ലാതെ ലജ്ജാവതിയായിരിക്കുന്ന ആയിഷയുടെ മുഖത്തോട്ട് നോക്കി അള്ളാന്റെ റസൂൽ പറയുമായിരുന്നു, അബൂബക്കറിന്റെ മോളെ നിന്റെ മുഖം എത്രയോ സൗന്ദര്യവതിയാണെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. സ്വന്തം അവർ ജീവിതത്തിൽ കളിച്ചു വളർന്നു. ആയിഷാ പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി കിടപ്പറ പങ്കിട്ടു. ഞാൻ എഴുന്നേറ്റ് കുളിക്കാൻ വേണ്ടി വെള്ളം കോരി വെക്കാൻ പോയി. ഞാൻ വെള്ളം കോരി തോൽപാത്രത്തിൽ നിറച്ചു വെച്ചപ്പോൾ അള്ളാൻ്റെ റസൂൽ വന്നു. റസൂലുള്ളാഹി വെള്ളം കൈകൊണ്ട് കോരി എൻ്റെ മുഖത്തേക്ക് ഒഴിച്ചു. ഞാൻ തിരിച്ച് റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് ഒഴിച്ചു. കുളിക്കാൻ പാത്രത്തിൽ കോരി വെച്ച വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കോരി ഞങ്ങൾ കളിച്ചു എന്ന് പറയണ ആരാ? നമ്മുടെ ആഖിറത്തിൻ്റെ നായകൻ്റെ ഭാര്യ. ചെയ്യുമോ? നമ്മൾ ചെയ്യുമോ? നമ്മളെന്താ? നമ്മളെ സമയത്തോളം എന്തുവാ? ഭർത്താവ് എന്ന് പറഞ്ഞാൽ ദുർവാസാവ് പോലെയല്ല. 8 മണിക്ക് ചോറെടുത്തോടെ ചോറ് വിളമ്പി വെച്ചു, ചോറ് വായി കറിയൊന്നും മീൻ എടുത്തിട്ട് 4 ചവിട്ടും ബഹളവും അതെല്ലാം കൂടെ തിന്നും. ഈ പാവപ്പെട്ട പെണ്ണ് വന്നിട്ട് ആ ഇവ ഇരിക്കണ കസേരയുടെ പുറകെ കയ്യും പിടിച്ചിങ്ങനെ നിൽക്കും. ഇവൻ ഈ പെരുമ്പാമ്പെര വിടുങ്ങണമാതിരി സർവ്വതും ഭാര്യ അങ്ങ് തിന്ന് അവസാനം പോയി കയ്യും കഴുകി ടവലൊക്കെ തെളിച്ചു ബെഡ്ഷീറ്റ് വെച്ചിട്ട് ഒരൊറ്റ കടപ്പ ഉദയാക്ക് പോത്തിനെ മറിച്ചിട്ട മാതിരി. രാവിലെ എഴുന്നേൽക്കും, അവൻ വീണ്ടും പോകും. ഈ പെണ്ണിനോട് സംസാരിക്കാൻ പറ്റും. ഈ ഭാര്യ വന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പുറകെ വന്നിരിക്കണം. എന്തിനാ? ഒന്ന് പറയണം, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇന്നത്തെ പാചകം, മതി. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ കഷ്ടപ്പെട്ടതിന് അത് മതി അവർക്ക്. ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ട് തിന്നുന്ന സമയത്ത് ഒന്ന് പറയണ്ടേ? അത് പറഞ്ഞാൽ തീർന്നു ഇല്ലേ? അത് പറഞ്ഞപ്പോൾ കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇന്നലെ നെടുമങ്ങാടായിരുന്നു, എനിക്ക് അതൊരു വീട്ടിൽ ഭക്ഷണം, നല്ല ഭക്ഷണം. അപ്പം അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ ഈ പാല് കാച്ചൊന്നും വീടിൻ്റെ ആയിട്ടില്ല, ഉസ്താദ് ദുആ ചെയ്യണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നല്ല രുചിയുള്ള ഭക്ഷണമാണ് കേട്ടാന്ന് പറഞ്ഞു. ആ ഭാര്യയ്ക്ക് വലിയ സന്തോഷമായി. ഭാര്യ പോയിട്ട് ഭർത്താവിനോട് പറഞ്ഞേ, പാല് കാച്ചിന് ഉസ്താദിനും കൂടെ വിളിക്കണമെന്ന്. ഒരു ചാപ്പാട് കിട്ടിയില്ലയോ? കാരണം എന്താ? അന്നുണ്ടാക്കണമെങ്കിൽ കൂടെ ഉസ്താദ് നല്ലതെന്ന് പറയും. 4 പേരെ ഉപയോഗിച്ച് ഞാൻ നല്ലതെന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ? അത് അവരുടെ ഒരു സന്തോഷമാണ്. നമ്മൾ ആ സന്തോഷം, നമുക്ക് എന്തെങ്കിലും ഛേദമുണ്ടോ? ഒന്നുമില്ല. പക്ഷെ അതിലൂടെ ഉണ്ടാകുന്നത് സൗഹൃദമാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.
നമുക്കൊരു മുടക്കവും ഇല്ല ഇതിന്. പരസ്യത്തിൽ പറയും പോലെ വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കളിക്കുമായിരുന്നു പ്രവാചകനും ആയിഷാ ബീവിയും. ഇനിയും നിങ്ങൾ കേൾക്കീൻ, ഇതേ റസൂലുള്ളാഹിയും ആയിഷാ ബീവിയും തമ്മിൽ പിണങ്ങാറുണ്ടായിരുന്നു. ഇതേ പ്രവാചകനും ആയിഷാ ബീവിയും തമ്മിൽ വഴക്കടിക്കാറുണ്ടായിരുന്നു. ഏതുവരെ ഒരിക്കൽ റസൂലുള്ള ആയിഷാ ബീവിയുടെ വീട്ടിൽ ഇരുന്നിട്ട് ആയിഷാ ബീവി പാചകം ചെയ്ത് ഇറച്ചിക്കറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വേറൊരു ഭാര്യയായ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ഇറച്ചിക്കറി കൊടുത്തു വിട്ടു. ആയിഷാ ബീവിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പാചകം ചെയ്ത ഭക്ഷണം എൻ്റെ ഭർത്താവ് കഴിക്കും, അടുത്ത ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊടുത്തുകൊണ്ട് കാര്യമുണ്ടോ? നമ്മുടെ ഭാര്യ വെച്ച് ഇറച്ചിക്കറി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ട ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുവോ? ആയിഷാ ബീവി വലിയ കാണിച്ചില്ല. റസൂലുള്ളാഹിക്ക് മനസ്സിലായി ആയിഷാ ബീവിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മുഖഭാവം കണ്ടപ്പോഴേ മനസ്സിലായി. റസൂലുള്ള എന്ത് ചെയ്യുന്നറിയോ? ഈ റസൂലിൽ എല്ലാത്തിലും നമുക്ക് മാതൃകയുണ്ട്. എന്നാൽ ഭാര്യ ഒന്ന് ശുണ്ടി പിടിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. റസൂലുള്ള മൈമൂന ബീവിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറി പയ്യെ തൊട്ട് നോക്കിയിട്ട് റസൂലുള്ള, മൈമൂനയുടെ പാചകം എന്താ നല്ല പാചകം. ആയിഷാ ബീവിയുടെ നിയന്ത്രണം വിട്ടു. കൈ പടക്കിയിട്ട് ഒറ്റ തട്ട് കൊടുത്ത് ഇറച്ചി പാത്രത്തിന്, പാത്രം തെറിച്ച് മൂലയിൽ പോയി കിടന്നു. ഇതാരുടെ വീട്ടിൽ നടന്നതാ? അള്ളാന്റെ റസൂലിന്റെ വീട്ടിൽ ഭാര്യ ഇറച്ചിപ്പാത്രത്തിന് തൊഴി കൊടുത്തു, ഇറച്ചിപ്പാത്രം തെറിച്ച് മൂലയിൽ പോയി കിടന്നു. നമ്മളാണ് എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിൽ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭാര്യ ഇങ്ങനെ ഒരു തട്ട് വെച്ച് കൊടുത്താൽ നമ്മളാണ് എന്ത് ചെയ്യും? 10 വർഷം കഠിന തടവ്. ആര് തടവ് എന്നുള്ളതാണ് വിഷയം. തട്ട് കൊടുക്കണമൊക്കെ അറിയാം. സർവ്വത സ്ത്രീ പീഡനമാ. ഇപ്പം അതാ ബില്ലും പാസ്സാക്കി. ഒരു രക്ഷയില്ല. ഇത് അങ്ങോട്ട് വന്ന് കെട്ടിയാലും കേസാ, അങ്ങോട്ട് പോയി കെട്ടിയാലും കേസാ. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളാണെങ്കിൽ ഇപ്പം ഏതായാലും നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഒന്നും അല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും 4 ചവിട്ടെങ്കിലും ചവിട്ടും. അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തു? റസൂലുള്ള ഒന്നും ചെയ്തില്ല. അള്ളാന്റെ റസൂൽ തൻ്റെ കുപ്പായത്തിൻ്റെ കൈ മടക്കി. ഇതൊക്കെ ഒന്ന് കേൾക്കണം. നമ്മുടെ ഭാഗത്തൊക്കെ ഇങ്ങനെയൊക്കെ നായുമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണം. അല്ലെ ഞാൻ കുറേ നേരം കണ്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ നിന്ന് പോയി കാര്യമില്ല. നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഒന്നുമില്ല. നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഫഖദ് ഖസിറ ഖുസ്റാന മുബീന, വ്യക്തമായ നഷ്ടമായിരിക്കും. റസൂലുള്ള കമീസിൻ്റെ കൈയൊക്കെ പൊന്തിച്ച് വെച്ചു. മറിഞ്ഞു കിടക്കണ പാത്രം എടുത്ത് നേരെ വെച്ചു. ചെതറിക്കിടക്കണ ഇറച്ചി കഷ്ണം പറക്കി പാത്രത്തിലേക്ക് ഇട്ടു. താഴെ കിടന്ന തറയൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി. എന്നിട്ട് ആയിഷാ ബിയെ നോക്കിയിട്ട് അള്ളാൻ്റെ റസൂൽ ഒരു ചിരി അങ്ങോട്ട് ചിരിച്ചു. 1000 പൂർണ്ണചന്ദ്രന്മാർ ആകാശത്ത് നിന്ന് ഇവിടെ ഇറങ്ങി വന്നാലുള്ള ചിരി ഉണ്ടല്ലോ, ചിരി. നെഞ്ചകം തകർന്നു പോയി ആയിഷാ ബിയുടെ. പൊട്ടിക്കരഞ്ഞ റസൂലുള്ളാടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അള്ളാൻ്റെ റസൂലെ, അറിവില്ലായ്മ കൊണ്ട് ചെയ്ത അനുപ്പിയെ മാപ്പാക്കാൻ അനുപ്പിയെ. വിഷയം തീർന്നു. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിന്റെ പ്രവാചകനും ആയിഷാ ബിയും തമ്മിൽ പിണങ്ങാറുണ്ടായിരുന്നു. ഏതുവരെ പിണങ്ങി? നിങ്ങൾ പറയും ഉസ്താദ്, ഈ പറയുന്ന പോലെ ചില ഹദീസിലൊക്കെ അങ്ങനെ ഉണ്ടാകും. അല്ല, അവർ തമ്മിലുള്ള പിണക്കം തീർക്കാൻ 3ാമത് മധ്യസ്ഥൻ ഇടപെടേണ്ടി വന്നു. മധ്യസ്ഥൻ ഇടപെടേണ്ടി വന്നു. ചരിത്രമാണിത്. ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണിത്. 2 പേരും തമ്മിൽ പിണങ്ങി മിണ്ടൂല. പറഞ്ഞു, ഇനി മധ്യസ്ഥം വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. 3ാമനെ വെച്ച് നമുക്ക് സംസാരിക്കാം. സാധാരണ പറയൂലോ റസൂലുള്ളാഹിയുടെ ആലു മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എന്താ? ആലു മുഹമ്മദ് മാത്രമേ ഞാൻ പറഞ്ഞു. ഇനി ആലു മുഹമ്മദിൻ്റെ മകളെ പറയണം, മകനെ പറയണം, ഒക്കെ ചെയ്യണം. എന്തുവാണ് ഇത്ര സമയം? ഇതും കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് തൽക്കാലം വരും. ബാക്കി നമുക്ക് നാളെ പറയാം. പോരെ? നല്ല ക്ഷീണമുണ്ട്, നിൽക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഒരു ചെറിയ അപകടം പറ്റിയിട്ട് കാലിലൊരു 4 സ്റ്റിച്ച് വെച്ചിട്ടാണ് നിൽക്കണത്. ഞാനിന്ന് വരാൻ പറ്റൂല എന്ന് ഈ ശ്രൗദ്യമോലോട് പറഞ്ഞാണ്. അദ്ദേഹം എന്നെ വല്ലാതെ ഇടങ്ങറാക്കി കളഞ്ഞു. അപ്പോൾ ഏതായാലും എത്തി, നിൽക്കാൻ പറ്റൂല. 1ാമത് യാത്ര. അതിൻ്റെ കൂടെ ഈ ആരോ പറഞ്ഞ പോലെ 1ാമതേ ദുർബല, പോരാത്തതിന് ഗർഭിണി എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ പ്രവാചകനും ആയിഷാ റളിയല്ലാഹു തആല അൻഹയും ഒരു ദിവസത്തിൽ പിണങ്ങി. ആ പിണക്കം ദിവസങ്ങളോളം നീണ്ടുന്നൊരവസരത്തിയപ്പോ അവര് 2 പേരും കൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സന്ധി സംഭാഷണത്തിൽ വെച്ച് 3ാമത് മധ്യസ്ഥനാക്കി. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തആല പ്രവാചകന്റെ വീട്ടിൽ വന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ആയിഷയോട് പറഞ്ഞു, ആയിഷ, നമ്മുടെ വിഷയങ്ങളെ പരിഹരിക്കാൻ അബൂബക്കർ മധ്യസ്ഥനായി വീട്ടിൽ വന്നിട്ടുണ്ട്. പറയാനുള്ള കാര്യം ആദ്യം നീ പറയുന്നു, അതല്ല ഞാൻ പറയണോ ആയിഷ? അബൂബക്കർ മധ്യസ്ഥനായിട്ട് വന്നു. റസൂൽ ചോദിച്ചു ആയിഷയോട്, ആയിഷ, ആദ്യം നീ പറയണോ
അതല്ല ഞാൻ പറയണോ? രണ്ടുപേരും കൂടെ കാര്യം പറയണമല്ലോ മധ്യസ്ഥനോട്. ആദ്യം ആര് പറയുന്നു? സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിലാണെങ്കിലും പെണ്ണിൻ്റെ പ്രതികരണം എന്താ? ആദ്യം നിങ്ങളങ്ങോട്ട് പറയും, ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇച്ചിരി അങ്ങോട്ട് പറയാനുണ്ട്. ആദ്യം നിങ്ങൾ പറയും. നിങ്ങൾ പറഞ്ഞിട്ടൊക്കെ കഴിഞ്ഞിട്ട് വേണം. നിങ്ങൾ വലിയ മാന്യനായിട്ട് നടക്കിയല്ലോ, എനിക്കും പറയാനുണ്ട് ഇച്ചിരി കാര്യം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങൾ ആദ്യം പറഞ്ഞു. സാധാരണ പെണ്ണിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആ സംഭവത്തിൽ കാണാം, ആയിഷ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു പ്രവാചകരോട്, പ്രവാചകരെ ആദ്യം നിങ്ങൾ തന്നെ പറയാനുള്ളത് അബൂബക്കറിനോട് പറഞ്ഞുകൊള്ളുക. എന്റെ പിതാവാണെങ്കിലും മധ്യസ്ഥനാണല്ലോ, ആദ്യം പറയാനുള്ളത് നിങ്ങളങ്ങ് പറഞ്ഞു പ്രവാചകരെ. പക്ഷേ ലാഖൂലു ഇല്ലൽ ഹക്കാ, ഉള്ളതല്ലാതെ കള്ളം എന്നെ കുറിച്ച് പറയല്ലേ നബിയേ. ഒരു ഭാര്യയും ഭർത്താവുമാണ്, എന്നെ കുറിച്ച് ഇല്ലാത്തതൊന്നും പറയരുത്, ഉള്ളതേ പറയാവുള്ളൂ നബിയേ. അള്ളാന്റെ റസൂലിനോട് ആയിഷ ബീവി ഇത് പറയേണ്ട താമസം അബൂബക്കർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റു. ആയിഷ എന്ന തന്റെ മകളുടെ മുഖത്തേക്ക് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു നടിച്ചിട്ട് ചോദിച്ചു, ആയിഷ നീ എന്താ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞത്? സത്യമല്ലാതെ മറ്റൊന്നും പറയരുതെന്നോ? അവാഖൂലു ഇല്ലൽ ഹക്കാ, അള്ളാന്റെ റസൂൽ സത്യമല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ആയിഷ? ഇത് കേൾക്കേണ്ട താമസം ആയിഷ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു പോയി. ഒന്ന് ഭർത്താവിന്റെ മുമ്പിൽ ചെറിയവളായി, തന്റെ വാപ്പയുടെ കയ്യിൽ നിന്ന് അടിയും കിട്ടി. ആയിഷ റളിയല്ലാഹു അൻഹ കുടിലിന്റെ ഉള്ളിൽ നിന്ന് വിതുമ്പി കരയുമ്പോ, പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത് പറഞ്ഞ് ഞാനിന്ന് തൽക്കാലം അവസാനിക്കുകയാണ്. അത്രയും സമയത്ത് പരസ്പരം പിണങ്ങി നിന്നവരാണെങ്കിലും ആ ഭാര്യയുടെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അള്ളാന്റെ റസൂൽ ഓടി വന്നു ആയിഷ റളിയല്ലാഹു അൻഹയെ കെട്ടിപ്പിടിച്ചു തന്റെ മാറോട് ചേർത്ത് ആയിഷയുടെ കണ്ണുനീര് തുടച്ചു കളഞ്ഞിട്ട് അള്ളാന്റെ റസൂൽ തന്റെ കൂട്ടുകാരൻ അബൂബക്കറിനോട് പറഞ്ഞു, അബൂബക്കറെ റളിയല്ലാഹു അൻഹു, അബൂബക്കറെ ഒരു മധ്യസ്ഥനായിട്ടാണ് നിന്നെ ഞാൻ വിളിച്ചത്. എന്റെ ഭാര്യ അടിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞില്ല അബൂബക്കറെ. അള്ളാന്റെ റസൂലും ആയിഷ ബിയും ഒന്നായി, അബൂബക്കർ റളിയല്ലാഹു അൻഹു വെളിയിലുമായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര പിണക്കമുണ്ടെങ്കിലും മനസ്സിൽ എത്രയേറെ അനിഷ്ടമുണ്ടെങ്കിലും തന്റെ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞപ്പോ സഹിക്കാൻ കഴിയാത്ത ഭർത്താവ്. അതുകൊണ്ടാണ് ആയിഷ ബിവി പറഞ്ഞത്, കാന ഖുലുഖുൽ ഖുർആൻ, എന്റെ ഭർത്താവ് ഖുർആൻ പറഞ്ഞ ഭർത്താവായിരുന്നു. മരിച്ചിട്ടും തന്റെ ഭർത്താവിനെ മറക്കാത്ത ഭാര്യ, ജീവിതത്തിലുടനീളം തന്റെ ഭർത്താവിനെ ഓർത്ത ഭാര്യ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ഭാര്യയുടെ കണ്ണുനീര് കാണുമ്പോൾ മനസ്സിന്റെ എല്ലാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറണം. അള്ളാഹു അങ്ങനെ നല്ല ഭർത്താവാക്കി തരട്ടെ, നല്ല ഭർത്താവാക്കി തരട്ടെ. ആയിഷ ബി അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് ഖുർആൻ പറഞ്ഞ ഭർത്താവാ. ഇത് നിങ്ങൾക്കറിയണോ, ഈ അള്ളാന്റെ റസൂൽ ആയിഷ ബീവിക്ക് അള്ളാഹു മക്കളെ കൊടുത്തില്ല. ഇവർക്ക് മക്കളുണ്ടായിരുന്നില്ല. ആയിഷ ബീവിക്ക് മക്കളില്ല. അള്ളാന്റെ റസൂൽ വിവാഹം ചെയ്ത് ആയിഷ ബീവിക്ക് ഒരു ഉമ്മയാകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, മക്കളുണ്ടായില്ല. അവസാനം ഉമ്മ എന്നൊരു കുഞ്ഞ് വിളിക്കുന്ന വിളി കേൾക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനെ അബ്ദുല്ലാഹിബ്നു സുബൈറിനെ എടുത്തു വളർത്തി. എന്നിട്ട് ഉമ്മ അബ്ദുള്ളയുടെ ഉമ്മ എന്ന് സ്വയം അവർ പറയുമായിരുന്നു. ആലോചിച്ച് നോക്കി, വിവാഹം കഴിഞ്ഞു മക്കൾ പോലുമില്ല, എന്നിട്ടും പരാതിയില്ല, പരിഭവമില്ല. പരാതികളും പരിഭവങ്ങളും പരാധീനതകളും പരിദേവനങ്ങളും ഏറെയുള്ളപ്പോഴും പതിതനായി കഴിയുമ്പോഴും പരലോകമാണ് പരിഗാമ്യമെന്ന് കരുതി പാതിരാവിൽ പടച്ചവനോട് പറഞ്ഞ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ദുഃഖങ്ങളല്ല, ആ ദുഃഖങ്ങളെ സ്നേഹമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം, ഇതിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് പറയാം. നാളെ ഇബ്രാഹിം പഠിക്കാം, ഈ കുടുംബത്തിലെ ബാക്കി കുടുംബാംഗങ്ങളെ പരിചയപ്പെടാം. ഇതൊക്കെ കഴിഞ്ഞാൽ ഇനി നാളെ വിവാഹത്തിൻ്റെ മൂന്നാം ഘട്ടം എവിടെയാണ്, എങ്ങനെയാണ്, അവിടെ ഇതുപോലെ ആവുമോ വിവാഹത്തിൻ്റെ മൂന്നാം ഘട്ടം? ഇൻഷാ അല്ലാഹ് നാളെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നിപ്പോൾ ഏറെ യാത്രയൊക്കെ ഉള്ളതുകൊണ്ടെങ്കിലും ഞാൻ 2-2.5 മണിക്കൂർ സംസാരിച്ചു. അള്ളാഹു സമയം പോയതറിഞ്ഞില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ സന്തോഷമുള്ള ജീവിതമായി അള്ളാഹു നൽകുമാറാകട്ടെ. ഈ കൊച്ചു ചെറുപ്പക്കാർ ഇവരെ നടത്തിയ ഈ പരിപാടി നിങ്ങളെല്ലായിടത്തും അറിയണം. അള്ളാഹുടെ തൗഫീക്ക് കൊണ്ട് കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ച്
ധാരാളം ചെറുപ്പക്കാർ ഈ വഅ്ള് കേട്ടിട്ട് അങ്ങനെ നടത്തണം, നമ്മുടെ നാട്ടിൽ നടത്തണം. ഞാൻ വലിയ കുളങ്ങരയിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഇവർ കേൾക്കാൻ വന്നു സുഹൈറക്ക്. അപ്പോൾ അവിടെ വെച്ച് അവർ തീരുമാനിച്ചാണ് നമ്മുടെ നാട്ടിൽ നടത്തണം. എൻ്റെ പൊന്നു സഹോദരങ്ങൾ, ഈ കുഞ്ഞുങ്ങൾ ഇവിടെ ഗാനമേളയല്ലല്ലോ നടത്തിയത്, അവർ കഥാപ്രസംഗമല്ലല്ലോ നടത്തിയത്, അള്ളാഹുടെ ഖുർആൻ പറയാൻ വേണ്ടി അള്ളാഹിൻ്റെ മലക്കുകൾ വരുന്നൊരു സദസ്സല്ലേ നടത്തിയത്. അള്ളാഹു ഒരു ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ. അള്ളാഹു കുഞ്ഞുങ്ങൾക്ക് അള്ളാഹു നല്ല ഭാവി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ചെറുപ്പക്കാരെ അള്ളാഹു അർശിൻ്റെ തണൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.